Hi, good evening. Please. Okay. Yes. I actually I saw an ad for Austria work visa. Okay. So I came to know about that one. I saw the ad, so for that I came to inquire about that. Basically, ഞാനൊരു കേരളക്കാരനാണ്. Okay. ഇവിടെ എറണാകുളത്താണ് സെറ്റിൽ. ബട്ട് എൻ്റെ പഠിത്തവും You are settled in Kochi? settled in Cochin, but Where you are working now? now I am working in North India. Okay. How Yeah. many years of experience you have in teaching field? I think so. Right? Yeah, teaching field. Yeah. I'm an assistant professor. Okay. Yeah. Your qualification details? I have done my PhD In what stream? in chemistry. Okay. Yeah. Masters and bachelors? That also Chemistry. you're asking from where? Yeah. From North India actually. It's a stream. What about the bachelor stream? No, bachelor's stream it is chemistry. Okay. Masters also. Masters, yes. So I have done that from North India. Okay. So from Madhya Pradesh. Okay. Yeah, from Wickham University. Okay. How many years of experience you have? Experience overall, like as on date, we can say around 26 years. Yeah, only time. ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ഓപ്ഷനാണ്. ഈ റിസർച്ച് ഓപ്ഷൻ മീൻസ് PhD പോലെയല്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജോബ്. അത് വരുന്നത് നമുക്ക് ബാച്ചിലർ ഡിഗ്രിക്കും മാസ്റ്റർ ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യാമെന്നാണ് അവർ ആ ജോബ് പ്രൊഫൈൽ തന്നിരിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. സോ ഇറ്റ്സ് അവർ പറയുന്നത് അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ 40 hours per week, ഫുൾ ടൈം ജോബാണ്. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയാണ് ഏറ്റവും അട്രാക്റ്റീവ്. ഏകദേശം 3,800 euros per month ആണ്. മറ്റേ മീൻസ് ഏകദേശം 4 lakhs തന്നെ കൂട്ടാം. 40 hours per week ആണെങ്കിലും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട്, നന്നായി വർക്ക്, നല്ല ജോബ് ഇതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസർച്ചും കൂടി കിട്ടുകയാണ്. So is it okay? No problem. Below 50 ഇതിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എബോവ് 60 ഒക്കെ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. PhD ഉണ്ടല്ലോ, അപ്പോൾ ഒരു ടീച്ചിങ് ജോബിന് ഏറ്റവും അത്യാവശ്യവും PhD ഒക്കെ കഴിഞ്ഞവരാകുമ്പോഴാണ് ഏറ്റവും നല്ലത്. ആൻഡ് യു ഹാവ് ഐ തിങ്ക് more than 20 years of experience, right? Still working? Yes, still working. Okay, in Madhya Pradesh. What about your family details? They are settled in Madhya Pradesh? Yeah. Then no problem. First you send me the full certificate details. I need your master's and bachelor degree transcript first. Then I will check and update you. Because നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് നമുക്കിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ജർമ്മൻ ലാംഗ്വേജ് A1 A2 കഴിഞ്ഞു, B1 ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് വേണമെന്നില്ല, നമുക്ക് IELTS ആണ് അതിന് വേണ്ടത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് IELTS മാൻഡേറ്ററി ആണ്. എസ്പെഷ്യലി ദിസ് ഇസ് എ ടീച്ചിങ് ജോബ്. സോ 7 എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും ജോബ് കിട്ടാൻ. യെസ്, അതിപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്കൽറ്റി ഉണ്ട്, ഫ്രീ കോച്ചിങ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന്. പിന്നെ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് April 5th. April 5th എന്ന് പറയുമ്പോൾ അന്ന് അപ്ലൈ ചെയ്താൽ പോരാ. എല്ലാവരും ചോദിക്കും April 5th എന്ന് പറയുമ്പോൾ അന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു ജോബാണ്. സോ നമ്മളിപ്പം നാളെ തന്നെ അപ്ലൈ ചെയ്താൽ അത്രയും, കാരണം വേൾഡ് വൈഡ് അപ്ലിക്കേഷൻസാണ്. നിങ്ങളെമാരിയുള്ള എത്രയോ ആൾ പല സ്ഥലത്തുനിന്നും അപ്ലൈ ചെയ്യും. അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു A1 ഉള്ളൂ നിങ്ങൾക്ക്, നല്ല IELTS ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വേറൊരു ക്ലയൻറ്റ് ഇവിടെ വന്നത് B2 ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്, IELTS 7 ഉണ്ട്, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതേ പ്രൊഫൈൽ ഞാൻ അവർക്കും അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്കും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളൊരു കൺസൾട്ടൻസി മാത്രമല്ല, ഇത് വേൾഡ് വൈഡ് ഉള്ള എല്ലാ കൺസൾട്ടൻസീസും കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിട്ടായിരിക്കും ഒരു ജോബിന് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് 10 വേക്കൻസി ആവും ചിലപ്പോൾ ഉണ്ടാവുക, അത് നമ്മളോട് മെൻഷൻ ചെയ്യണമെന്നില്ല. അതാണ് ഇതിനൊരു ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എത്രയും വേഗം, ഇപ്പോൾ ഇന്ന് നിങ്ങൾ റെഡിയാണോ, നിങ്ങളിപ്പോൾ ആഡ് കണ്ടിട്ടല്ലേ നമ്മൾ വന്നത്, അതിനെപ്പറ്റിനെ കുറച്ച് കൂടുതൽ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷമൊക്കെ ആയെങ്കിലും നമുക്ക് ഓസ്ട്രിയ അപ്ലിക്കേഷൻസ് നോക്കി അറിയാൻ പറ്റും എത്ര വിസ ഉണ്ട് എന്നുള്ളതും കാര്യങ്ങളൊക്കെ.
അപ്പോൾ അതിൻ്റെ അക്കോർഡിംഗ്ലിയാണ് നമ്മൾക്ക് ഓരോരുത്തർ ജോബിൻ്റെ ഇതും ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ അയച്ചു തരുന്നത്. അങ്ങനെയാണ് മാം ഈ IELTS-ന്റെ മൊഡ്യൂൾസ് 4 പറഞ്ഞത്. 4 മൊഡ്യൂൾസിലും ഈച്ച് മൊഡ്യൂളിലും 7 വേണം. 7 കിട്ടിയാൽ നല്ലത്, ബട്ട് നോട്ട് ലെസ് ദാൻ 6. ഇൻഡിവിജ്വൽ ഓവറോൾ 7, ഇൻഡിവിജ്വൽ ബാൻഡ് നോട്ട് ലെസ് ദാൻ 6. യെസ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് 4 മോഡ്യൂൾസിലും നിങ്ങൾക്ക് ഓവറോൾ 7ഉം ഇൻഡിവിജ്വൽ ബാൻഡ് നോട്ട് ലെസ് ദാൻ 6 എന്തായാലും വേണം. ഇൻഡിവിജ്വൽ ബാൻഡ് 6.5 ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ബിക്കോസ് യു ആർ എ PhD ഹോൾഡർ. ദാറ്റ്സ് PhD ഉണ്ട്, നല്ല IELTS സ്കോറും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ A1 ചെയ്തു എന്നും പറഞ്ഞു. അതിപ്പോൾ നമുക്ക് എത്ര പഠിക്കാൻ പറ്റുമെങ്കിലും നല്ലതാണ്. അവരുടെ ലാംഗ്വേജ് നമുക്ക് അറിയുന്നതല്ല, പക്ഷെ റിക്വയർമെൻറ്റിൽ അവരത് പറഞ്ഞിട്ടില്ല. ഓൺലി IELTS-ന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ റെഡിയാണ് മിസ്റ്റർ മനോജ് എങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. നമ്മളുടെ IELTS ക്ലാസ് ഓൺലൈൻ ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്. നമ്മളൊരു ട്യൂഷൻ പോലെയാണ് IELTS തരുന്നത്, അല്ലാണ്ട് ഒരു ഗ്രൂപ്പ് അതിൽ ഒരുപാട് കുട്ടികൾ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഇരുന്നിട്ടോ അല്ല. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇത്രയും ഒരു ഏജും ഇത്രയും എഡ്യൂക്കേറ്റഡും ആയ ഒരാൾക്ക് ഒരു IELTS ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് തരുന്ന മാതിരി തരണ്ട. നമുക്കൊരു 15 days കിട്ടിയാൽ തന്നെ ഇറ്റ്സ് ഇനഫ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം. അങ്ങനെ ഉള്ളൊരു കോച്ചിങ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇഫ് യു വോണ്ട് വി ക്യാൻ ഗിവ് യു ഡെമോ ക്ലാസ്സസ് ഓൾസോ. ടോട്ടലി ഫ്രീ ഓഫ് ക്ലാസ്സസ്. ലാംഗ്വേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇൻഫോം ചെയ്യും നമ്മളായിട്ട്. ബട്ട് ഇത് പ്രത്യേകം ഓർക്കുക, ലാസ്റ്റ് ഡേറ്റ് April 5th ആണ്. ലേറ്റ് അപ്ലിക്കേഷൻ എപ്പോഴും ലേറ്റ് അപ്ലിക്കേഷനാണ്. ഒരു ജോബിന് ഇപ്പോൾ ചിലപ്പോൾ 15 വേക്കൻസി ഉണ്ടാവുള്ളൂ, ലക്ഷക്കണക്കിന് അപ്ലിക്കേഷൻ ഉണ്ടാവാം. അത് നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ പ്രൊഫൈൽ വയ്ക്കാൻ. സോ കണ്ടതും നമ്മളിപ്പോൾ ആഡ് ഇട്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് more than 2 weeks ആയി.